ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നമുക്ക് ജീവിക്കാൻ വകയില്ലെങ്കിൽ, ഈശ്വരൻ ആരോഗ്യം തന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്താണ് ജീവിക്കേണ്ടത്. അല്ലാതെ കാപട്യമായ വേഷം ധരിച്ചോ മറ്റു തരത്തിലോ ധനം ആർജിക്കാൻ പരിശ്രമിക്കരുത് എന്നാണ് മഹത്തുക്കൾ പറയുന്നത്. പല വേഷവും കെട്ടി പലതരത്തിൽ ജനങ്ങളെ വഞ്ചിതരാക്കി ഭ്രമിപ്പിച്ച് സമ്പാദിക്കുന്ന സമ്പത്ത് നമുക്കൊരിക്കലും സമാധാനത്തിന് കാരണമായി തീരുകയില്ല. അതിനാൽ നാം എന്തു ചെയ്യണം? ഇല്ലെങ്കിൽ ദ്രവ്യം കരത്തിൽ നന്നായി വല്ലതും വേലയെ ചെയ്തു ഭുജിക്കാം. പൊല്ലാത്ത കർമ്മത്തെ ചെയ്യുക വേണോ, എല്ലാം കണ്ടില്ല ഒരുത്തനുണ്ടല്ലോ. നമ്മൾ എന്ത് തന്നെ ചെയ്താലും മറ്റുള്ളവർക്ക് കാണാൻ കഴിയില്ലെങ്കിലും ഇതെല്ലാം അറിയുന്ന സർവേശ്വരനുണ്ടല്ലോ. നമ്മൾ ചെയ്യുന്ന എന്തും അതാത് സന്ദർഭത്തിൽ അപ്പോൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നു. അതാണ് ചിത്രഗുപ്തൻ്റെ രേഖകൾ. അതാണ് മരണശേഷം നമ്മെ നയിക്കുന്നത്. അതിനാൽ ഒരിക്കലും കാപട്യം, ചതി, വഞ്ചന, അസൂയ, ലോഭം, ക്രോധം എന്നീ ശത്രുക്കളെ മനസ്സിൽ നിന്നും നാം ആട്ടിയോടിക്കേണ്ടതാണ്. അവ നമ്മെ തെറ്റായ വിധത്തിൽ ജീവിക്കാനുള്ള പ്രേരണ നൽകുന്നു. അതിന് അധർമ്മം എന്നാണ് പറയുന്നത്. നാം യഥാർത്ഥത്തിൽ ഈ ലോകത്തിൽ നിന്നും പോകുമ്പോൾ നമ്മുടെ കൂടെയുള്ളത് നാം ഇവിടെ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാകുന്ന ധർമ്മവും അധർമ്മവും കൂടെയുണ്ടാകും. അതെപ്പോഴും നമ്മെ പിന്തുടരും. എന്ന് പറഞ്ഞാൽ നാം എന്ത് ചെയ്താലും നമുക്കതറിയാമല്ലോ. നമുക്കതറിയാൻ കാരണം നമ്മുടെ അകത്തത് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. നാം ഒരു തെറ്റായ പ്രവൃത്തി ചെയ്തത് ആരും കണ്ടില്ല എന്ന് വിചാരിക്കാം. അത് തെറ്റാണെന്ന് നമുക്കറിയാമല്ലോ. അത് ചെയ്തത് ഞാനാണെന്ന് എനിക്കറിയാമല്ലോ. എന്നിട്ട് പൊതുജനങ്ങളുടെ മുമ്പിൽ ഞാൻ കാപട്യം കാണിക്കുന്നു. ഇതാണ് വഞ്ചന. എന്നാൽ ഇത് ദൈവത്തിൻ്റെ മുമ്പിൽ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. കാരണം നാം ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം നല്ലതാണെങ്കിൽ നല്ല ഫലം കിട്ടും, ചീത്തയാണെങ്കിൽ ചീത്ത ഫലമായിരുന്നു. അതിൻ്റെ റിയാക്ഷൻ, ഏത് ആക്ഷനും ആക്ഷനുണ്ട്. ആ ആക്ഷൻ നമ്മൾ അനുഭവിച്ചേ പറ്റൂ. അതിനാൽ വളരെ ശ്രദ്ധയോടുകൂടി വേണം നമ്മളിവിടെ കർമ്മം ചെയ്യാൻ എന്നാണ്. ഇല്ലെങ്കിൽ ദ്രവ്യം കരത്തിൽ നന്നായി വല്ലതും വേലയെ ചെയ്തു ഭുജിക്കാം. പൊല്ലാത്ത കർമ്മത്തെ ചെയ്യുക വേണോ, എല്ലാം കണ്ടിട ഒരുത്തനുണ്ടല്ലോ. ഒരു വാസ്തവമല്ലേ? എല്ലാം കാണാൻ സർവശക്തനായ ഒന്ന് ഉണ്ട് എന്ന ഒരു ബോധം നമുക്കുണ്ടായാൽ അത്തരം തെറ്റായ പ്രവൃത്തികൾ നാം ചെയ്യുകയില്ല. അതിൽ നിന്ന് നമ്മൾ പിന്തിരിയുകയും ചെയ്യും. ഹരേ കൃഷ്ണ.